ദേവിന്റെ കണ്ണതാ കാണണേ. ഒന്ന് കണ്ണടച്ചേ. ആ കാണുന്നുണ്ട്, ശരിക്ക് കാണുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എൻ്റെ തലവേദനയ്ക്ക് ഒരു മാറ്റമില്ല ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കണ്ണും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്റ്റിക്കൽ സെൻറ്ററിൽ വന്നതാണ്, ഐ ക്ലിനിക്കിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നറിയാം. ഞാൻ കുറേ പേര് പറയണ കേട്ടിട്ടുണ്ട് കണ്ണിന് പ്രശ്നം ഉണ്ടെങ്കിലും തലവേദന ഉണ്ടാവുമെന്ന്. അപ്പം നമുക്ക് നോക്കാം ഗൈസ്, ലെറ്റ്സ് ഗോ. ഇവിടെ ഡിസ്പ്ലേക്ക് കുറേ കണ്ണട വെച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് മാച്ച് ആയത് ഏതാണെന്ന് ഞാൻ നോക്കട്ടെ. ഹാരി പോട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊരു വയസ്സ് കുട്ടികളെ കണ്ടത്. ഇത് പവർ ഇല്ലാത്ത കേട്ടോ, ഡിസ്പ്ലേക്ക് വെച്ചതാണ്. ഇതിൽ പവറുണ്ടോ? ഈ ഫ്രെയിം എനിക്ക് ഇഷ്ടമായോ? ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് കണ്ണട വേണോ? ഇവിടെ വെച്ചേക്കുന്നതൊന്നും പവറില്ല. പവറില്ലാത്ത ക്ലാസ്സുകളാണ് ഇവിടെ വെച്ചേക്കുന്നത്. അവര് ഓരോരുത്തരെ കണ്ണിനനുസരിച്ചുള്ള പവർ അവര് ആ ക്ലാസ് മാറ്റിത്തരും. ഇതൊരു ബട്ടർഫ്ലൈന്റെ ലുക്ക് ഉണ്ടല്ലോ. ഐലൈനർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ രസം ഉണ്ടാവും. പക്ഷെ എനിക്കത്ര വലിയ രസം പോലെ തോന്നിയില്ല ഫ്രണ്ട്സ്. ഞാനും വെച്ചിട്ടുണ്ട്. എന്നെ കണ്ടാലൊരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പ്രൊഫസർ ലുക്ക് ഉണ്ടാവും. ഇത് ഞാനിവിടെ വന്നിട്ട് ഒപ്പിച്ചാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചൊന്നുമല്ല, വെറുതെ ഒന്ന് വെച്ച് നോക്കിയതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് വീട്ടിലുണ്ട്. ഇതിന് എത്രയാ നോക്കട്ടെ? ഇതിന് 1000 ഉറുപ്പ്യ. പക്ഷെ ഓൾഡേന് ഇത്തിരി പവറുണ്ട്. സെയിം. ദേവു എവിടെ? കിട്ടിയോ? കണ്ണട കിട്ടിയോ? ദേവുവിന്റെ ഫേവറേറ്റ് ലെൻസ് ഇവിടെ ഉണ്ട് എന്നാ പറയണത്. പെർമനന്റ് ലെൻസ് കിട്ടും. ആണോ? ഇന്ന് ഒരു 2 മാസം ഇടാൻ പറ്റിയ. നോക്കട്ടെ. അത് ഇവിടെ വെച്ചേക്കണം എനിക്കറിയില്ല. എൻ്റെ ഫേവറേറ്റ് കളർ ഇതാണ്. ഇതാ ഞാൻ ഇടല്. ആണോ? ഇതിന് എത്രയാ നോക്കിയത്? 200. അടുത്തോ? എനിക്ക് കുറച്ച് ഇതായത് മതി. ഏത്? പെർമനന്റ്. പെർമനന്റ് ഒക്കെ വേണോ കുട്ടിക്ക്? കണ്ണ് ടെസ്റ്റ് ചെയ്യാം. കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ആ ബ്ലാക്ക് വരുന്നത്. പക്ഷെ ബോർഡ് നല്ല കട്ടിക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല അല്ലേ? അതൊരു പക്ഷെ എനിക്കിത് ഇഷ്ടമായി ബട്ടർഫ്ലൈ മോഡല്. അത് എനിക്ക് കണ്ണിന് ചേരുന്ന മാതിരി തോന്നും. ഇതാണ് എടുക്കാൻ വന്നത്. പണ്ട് അമ്മമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ആട്ടെ, പഠിപ്പിലുണ്ടോ? ലുക്കെങ്കിലും വരട്ടെ. ഈ കണ്ണട വെച്ചുകൊണ്ട് മാത്രം പഠിപ്പിച്ചാവൂല, പഠിച്ചാ മാത്രമേ പഠിപ്പിച്ചാവൂ. ഇത് വെറൈറ്റി ആണല്ലോ. എനിക്കെല്ലാം പിങ്ക് ആയിട്ടാ കാണാൻ പോകുന്നത്. അല്ല, 1 മന്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ ലെൻസ് ഞാൻ വാങ്ങുകയാണ് ഗൈസ്. നമ്മളൊരു ഡിസ്പോസിബിൾ ലെൻസ് അല്ലേ സാധാരണ വാങ്ങല്. പക്ഷേ ഞാൻ പെർമനൻറ്റ് വാങ്ങി. പെർമനൻ്റ് 1 മന്ത് നിൽക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിന് അത്യാവശ്യം ഞാൻ ഇപ്പം ഒരു ദിവസം ഇടാൻ പറ്റണതിന് 200 പക്ഷെ ഇതിന് 1 മന്ത് ഇടാൻ പറ്റണതിന് 400 ഗൈസ്. ലാഭല്ലേ? യെസ്. അപ്പം ഞാനിത് വാങ്ങാൻ പോവാണ് ഗൈസ്. അതിന് മുന്നേ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ട്. കണ്ണ് ടെസ്റ്റ് ചെയ്യണം. കണ്ണ് ടെസ്റ്റ് ചെയ്ത് പവറില്ലാത്തതാണ് ഇത്. ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞത് 1000 ആവും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് 1000 ഒറിജിനൽ റേറ്റ്. പക്ഷെ ഇവർ ഓഫർ ഉണ്ട് ഇവർക്ക്. അപ്പം 460 ഇത്രയാണ് തന്നു, പ്ലസ് സൊല്യൂഷൻ. പാടത്തെ
ഒരു നടുക്കൊരു വീട്, നേരെ വഴി. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, അപ്പത്തേനും ഇവര് എടുത്ത് കഴിഞ്ഞു. കാണാൻ അറിയില്ല, ഇങ്ങോട്ട് അവിടെ കാണൂല ഗൈസ്. ആ കണ്ണാണ് ഞാൻ കണ്ടത്. നോക്കിക്കേ, എന്റെ കണ്ണ് കണ്ടുണ്ടോ? ആ ദേവിന്റെ കണ്ണതാ കാണണേ. ഒന്ന് കണ്ണടച്ചേ. ആ കാണുന്നുണ്ട്, ശരിക്ക് കാണുന്നുണ്ട്. അപ്പുറത്തെ കണ്ണ്, അപ്പുറത്തെ കണ്ണ് കാണുന്നുണ്ടോ? ദിയമോളെ നോക്കി കേട്ടോ, ഒഴിച്ചടിക്കരുത് കേട്ടോ. ദിയമോളെ ഇരിക്കണ്ട, നിന്നാ മതി. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുക. അതാ ഇത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഒന്ന് കുറച്ചുകൂടെ വിട്ട് തന്നെ ദിയ. അതാ ദിയമോളെ കണ്ണ് കണ്ടോ? കണ്ണടച്ചേ, തുറന്നേ. നല്ല തുറക്ക്, നല്ല തുറക്ക്, നല്ല തുറന്നു. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാട്ടോ. അതെന്താന്ന് വെച്ചാൽ 2.01653 ഇതൊക്കെ എനിക്ക് കാണാം. അത് ലെൻസ് വെക്കും, അങ്ങനെ വയ്ക്കാം. അല്ല, കാണാത്തപ്പോഴല്ലേ ലെൻസ് വെക്കുക? അത് കുറച്ച് വെക്കും, കാണാൻ പറ്റാത്ത രീതിയിൽ വെക്കും. എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. പൈസ കൊടുക്കണോ? വേണേ. വേറെ ആരില്ല ഇതിനകത്ത്. അങ്ങനെയാണ് കേട്ടോ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ നമ്പർ ഓരോന്ന് വായിപ്പിക്കും. ഒരു ലെൻസ് കണ്ണിൽ വെക്കും. എന്താ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റ് ആണ്. എന്താ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. മീൻസ് തലവേദന ഉണ്ട്, തലവേദന ഉണ്ട് പറഞ്ഞു. അപ്പൊ അവരെടുക്കാൻ മാത്രമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പൊ കണ്ണിനും കുഴപ്പമില്ല, തലയ്ക്കും കുഴപ്പമില്ല, പിന്നെ ആകെയുള്ള കുഴപ്പം ദേവുന. അപ്പൊ നമ്മളെല്ലാ ടെസ്റ്റുകളും ചെയ്തു കേട്ടോ. അപ്പൊ ദേവുന് ഒരു കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ട് ഈ തലവേദന ആണെന്ന് അറിയണില്ല അല്ലേ ദേവു? എന്തെല്ലാം ടെസ്റ്റ് ചെയ്തു. മൈഗ്രെയിൻ മിക്കവാറും അതായിരിക്കാം. ഫ്രണ്ട്സ്, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു 1 month ലാസ്റ്റ് ചെയ്യണം ഒരു ലെൻസ് വാങ്ങണമെന്ന്. അതങ്ങനെ വാങ്ങി ഗൈസ്. അഫോർഡബിൾ റേറ്റിലാണ് വാങ്ങിയത്. എന്താ ഒരു എത്ര 649 649 ആണ് ഗൈസ് ലെൻസിനും. പിന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡിനും അത്രയാണ് വന്നത്. ഓഫർ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഓഫറിൽ കിട്ടിയത്. പക്ഷെ ലെൻസിന് മാത്രം എന്താണ് 1000 സംതിങ് ആയിരുന്നു രൂപ. അപ്പോൾ ഓഫറിൽ കിട്ടിയത് കൊണ്ടാണ്. എത്രയായിരുന്നു ഓഫറിൽ കിട്ടിയത്? 499. 499. അതുകൊണ്ട് ഇന്നിനും വേറെ ആഗ്രഹങ്ങളൊന്നും പറയരുത്. മേക്കതിന് 350 രൂപയുള്ളൂ. 350 ഉണ്ടോ? ഫ്രണ്ട്സ്, ദേവുന് ഒരുപാട് നാളായി. ആണോ? ഇവിടെ എത്ര ഇല്ല, ഇവിടെ 170 ഒറ്റ ഉണ്ടോ? എന്നാ പിന്നെന്താ? അല്ല, പപ്പയ്ക്ക് ഇഷ്ടമല്ലല്ലോ. സർപ്രൈസ് ആക്കാം. വേണ്ട, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. മൂക്കുത്തരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ആണോ? ഫ്രണ്ട്സ്, ദേവു ഒരുപാട് ദിവസമായി പറയണം നമുക്ക് സെക്കൻഡ് സ്റ്റഡ് കുത്തണമെന്ന്. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് കുത്താൻ. ഇപ്പൊ മൂക്കുത്തുന്നതിലാണ് ഇവര് കുറച്ച് എതിർപ്പുള്ളത്. ഗൈസ്, ഞങ്ങൾ തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. നാളെ വീണ്ടും വരും. ഇത് അതർ സർപ്രൈസ്, വേറെ സർപ്രൈസ് ആയിരിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ അവർ പോയി. നാളെ ഒരു ട്രിപ്പും കൂടെ അടിക്കാനുണ്ട് ഗൈസ്. അകത്തെ ഷൂട്ട് നടക്കുന്നുണ്ട്. വണ്ടിക്ക് കൂട്ടിൽ കിടന്ന് പോയിരിക്കുന്ന കുറേയായിരുന്നു. അപ്പൊ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടിട്ട് കുട്ടീനെ പുറത്തിറക്കിയിട്ട് ഞാൻ അവിടെ അള്ളി പിടിച്ച് ശ്രദ്ധിക്കണം. പിന്നെ ദേവുവിന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ലെൻസ് അതല്ല, അത് വെറുതെ അവള് ഷോയ്ക്ക് വാങ്ങിച്ചാണ്. അല്ല, ഞാൻ വിചാരിച്ചു ഇനി കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ തലവേദന എന്നറിയില്ലല്ലോ. അങ്ങനെ ഇന്നത്തെ കമന്റ് ഇങ്ങനെ വായിച്ചു കൊടുക്കുന്നത് എല്ലാരും പറയുന്ന എക്സാം പേടിയായിട്ടായിരിക്കും കമന്റ് ഉണ്ട്. 10th എക്സാം വരെ ദേവ് സിമ്പിൾ ആയിട്ട് ചാടി പോയ ആളാ. സ്കൂളിൽ എന്തെങ്കിലും 2 ആൾക്കാർ കൂടുതൽ കമന്റ് പറയുന്നു. ടു ബി ഹോണസ്റ്റ്, രണ്ടും അല്ല. ഫ്രണ്ട്സ്, അപ്പുറത്ത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൗണ്ട് കുറയ്ക്കണം. അപ്പൊ ഞങ്ങള് എല്ലാം വാങ്ങി വന്നു ഗൈസ്. ഞങ്ങൾ അവിടുന്ന് കണ്ടാണ്. ഇത് ഞാൻ ഓണത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓണം കഴിഞ്ഞ് പിന്നെ 10 ദിവസം വെക്കേഷനിൽ 10 ദിവസം ഞാനിതിടും സ്കൂളിൽ. എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ്? 18. എനിക്ക് എത്ര വയസ്സാ? 10 അല്ലേ? 11 വയസ്സിന് മുകളിൽ.
അതിനൊന്നല്ല 15 വയസ്സിന് മുകളിലുള്ളവർക്ക് ലെൻസ് ഉപയോഗിക്കാൻ അല്ല. കണ്ടുണ്ടോ? കുട്ടികൾ കണ്ടുണ്ടോ? 15 വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികൾക്ക് ലെൻസ് വെക്കാൻ പറ്റും. ഞാൻ തരില്ല. പിന്നെ അതുമല്ല ഫസ്റ്റത്തെ യൂണിറ്റ് ടെസ്റ്റിന്റെ അകത്ത് പേടി എന്താ? സെക്കൻഡ് യൂണിറ്റ് ടെസ്റ്റിന് അതും ചോദിക്കാൻ മതി. സ്കൂളിൽ പ്രശ്നങ്ങളൊന്നുമില്ല. സ്കൂളിൽ എന്ത് പ്രശ്നം? സ്കൂളിൽ അൽഹംദുലില്ലാ സ്കൂളിൽ ഇതുവരെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു പോയി. നാളെ ക്ലാസ്സിന്റെ പക്ഷെ നാളെ പോണ്ടെന്നാണ് ഞാൻ പറയണത്. കാരണം കുട്ടികൾ വീട്ടിൽ പോയി. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ക്ലാസ്. എൻ്റെ ഫ്രണ്ടും വീട്ടിൽ പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നാളെ ഒരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും. വെയിറ്റ്